ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന, നമ്മൾ വലിച്ചെറിയുന്ന മുട്ടയുടെ തോട് വെച്ച് അധികം ആരും പറഞ്ഞു തരാത്ത കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നതെന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു വെക്കുക. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിത്യേന മുട്ട ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിൻ്റെ തൊണ്ട് വലിച്ചെറിയാതെ, അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയുടെ തോട് വലിച്ചെറിയാതെ അത് കുറച്ച് നമുക്ക് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉപയോഗങ്ങൾക്ക് നമുക്കത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് മുട്ട, ഒരു 10 മുട്ട ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതുണ്ടല്ലോ, കുറച്ച് ചൂടുവെള്ളത്തിൽ അല്പം വിനാഗിരി ഒഴിച്ചിട്ട് അതൊരു 1-2 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച് നന്നായിട്ട് അത് കഴുകിയെടുക്കുന്നുണ്ട്. ആ വിനാഗിരിയിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന അഴുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വൃത്തിയുള്ള മുട്ടത്തോടാണ് ഞാൻ ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. ഇനി അത് നമുക്ക് ആ വെള്ളത്തിൽ നിന്നെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കി, അതായത് ചൂടുവെള്ളത്തിലും വിനാഗിരിയിലും ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുള്ള ആ മുട്ടത്തോട് ഉണക്കിയത് ഞാനതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തുണി വെച്ച് ഉണക്കിയോ അല്ലെങ്കിൽ 2 ദിവസം വെയിൽ കൊണ്ടാലും മതിയാകും കേട്ടോ, നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് ഈ രീതിയിലാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് ഒരുപാട് ഫൈൻ പൗഡർ ആക്കണം എന്നില്ല, ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഇതിൽ നിന്ന് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡർ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതിനും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ തരിതരിപ്പായിട്ടുള്ള ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, 1 സ്പൂൺ ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പൊടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൂത്ത് പേസ്റ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണോ അത് ഞാൻ അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പല്ലിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിലുണ്ടാകുന്ന അഴുക്ക്, ചായക്കറ, മഞ്ഞക്കറ, അതുപോലെ വേദനകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ മുട്ടത്തോട് ഹൈജീനിക് ആണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കിയെടുത്തിട്ടുള്ള മുട്ടത്തോട് വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ചെറു ചൂടുവെള്ളം, വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മുട്ടത്തോടാണ് ഇത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പല്ലിൽ തേച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഇത് കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷിൽ ഇത് തേച്ച് നമുക്ക് പല്ലിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ പല്ല് തേക്കുന്നത് പോലെ ഒന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ പല്ലിലുള്ള മഞ്ഞക്കറയെല്ലാം പോയി കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ്, ആ ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡർ ഞാൻ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഹണിയാണ് കേട്ടോ. ഇനി ഹണി കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഞാൻ കൈവിരൽ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് എന്തിനാണെന്നോ ഉപയോഗിക്കുന്നത്, മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ തരിതരിപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു നാച്ചുറൽ സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുഖത്തുനിന്ന് മാത്രമല്ല, സ്കിന്നിൽ എവിടെയും നമുക്കിതൊന്ന് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്കിന്ന് സ്മൂത്ത് ആവുകയും ചെയ്യും, നന്നായിട്ടൊരു ഗ്ലോ കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹണിയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല. സ്കിന്നൊക്കെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഹണി. അപ്പോൾ നമുക്ക് ഈ ഒരു എഗ്ഷെല്ലിൻ്റെ ആ ഒരു സ്ക്രബ് കൂടി കിട്ടുമ്പോൾ മുഖത്തൊക്കെ പ്രത്യേകിച്ചുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റിനായിട്ട് തന്നെ നമുക്ക് സ്കിന്നിൽ ലഭിക്കുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ആ ഒരു വ്യത്യാസം എന്തായാലും തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടത്തോടൊക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഇങ്ങനെ സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്, നമ്മുടെ ചായക്കപ്പൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ അധികം ആയാസപ്പെടാതെ ഇട്ട് കൈ കൊണ്ട് ഉരച്ചോ അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇത് ദിവസവും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ചായക്കപ്പ് എന്നും പുത്തം പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ആ എക്സൽ പൗഡറിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് യോജിപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതാണല്ലോ നമ്മൾ വെള്ളം കൂട്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ കപ്പിലേക്ക് ഇതൊന്ന് തിരുമ്മി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സ്ക്രബ്, അതായത് ഈ മുട്ടത്തോടും ഈ ഡിഷ് വാഷ് ലിക്വിഡും ചേർന്നിട്ടുള്ള ഈ ഒരു സ്ക്രബ് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ കപ്പിൻ്റെ മേലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതാ ഈ ഒരു മഞ്ഞക്കറയുടെ മുകളിലായിട്ട് ഞാനിതൊന്ന് കൈകൊണ്ട് വെറുതെ ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. ഒത്തിരി സോപ്പും ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഒത്തിരി ഉപയോഗിച്ച് സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഇട്ട് ഉരച്ച് കഴുകുന്നതിന് പകരം ഇതുപോലെ മുട്ടത്തോട് കൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നിത്യേന ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുട്ടത്തോടൊക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണോ നിത്യേന ഉപയോഗിക്കേണ്ടത് അല്പം പൊടി എടുത്തിട്ട് നമുക്കതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് കഴുകി ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ലതുപോലെ പുത്തം പോലെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കറകളെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ്. സെറാമിക് ഗ്ലാസ്സുകൾ മാത്രമല്ല, അല്ലാതെ സ്റ്റീൽ ഗ്ലാസ്സുകളാവട്ടെ, പൊട്ടുന്ന ചില്ല് ഗ്ലാസ്സുകളാവട്ടെ, എല്ലാം ഇതുപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചായക്കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊടിച്ചെടുത്ത മിക്സി ജാറിൻ്റെ കാര്യമായാലും നല്ലതുപോലെ മൂർച്ച കൂട്ടാനും അതുപോലെ അഴുക്കുകളൊക്കെ മാറിയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ മിക്സി ജാർ ആക്കിയെടുക്കാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മുടെ ചെടികളും അതുപോലെ പച്ചക്കറികളും ഒക്കെ അവയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു സവാള അല്ലെങ്കിൽ തേയിലയുടെ ബാക്കി, അത് ചായയൊക്കെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വരില്ല വേസ്റ്റ്, അതൊന്നും കളയാതെ ഞാനിവിടെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കണം കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രാണികളൊക്കെ വരും. അപ്പോൾ നമുക്കിത് കുറച്ച് നാൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇത് ഞാൻ ഒരു 3-4 സ്പൂൺ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും ബെസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഞാൻ എഗ്ഷെല്ല് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് അരക്കാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ, പച്ചക്കറികൾക്കും അതുപോലെ റോസ് പോലുള്ള ചെടികൾക്കും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ചെടി നിറച്ച് കായ അതിലുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നേരിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നത്. നമ്മളിത് പൊളിപ്പിച്ചാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ആ ചെടിയുടെ കടയിൽ നിന്നും മാറി വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് നമ്മൾ അരച്ചെടുത്ത ശേഷം മിക്സി വൃത്തികേടാവില്ലേ, അങ്ങനെയുള്ള വൃത്തികേടായിട്ടുള്ള മിക്സി, അതുപോലെ എണ്ണമയമൊക്കെ ഉള്ള മിക്സിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. നേരത്തെ അരച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ സെറാമിക് ഗ്ലാസ് കഴുകാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ എഗ്ഷെല്ലിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നതാണ്. അങ്ങനെ മുട്ടത്തോട് കൊണ്ടുള്ള ഒത്തിരി ഉപയോഗങ്ങൾ ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സെൽ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി അത് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.